പ്രാഥമിക സഹകരണ സംഘങ്ങൾ നടത്തുന്ന പ്രതിമാസ നിക്ഷേപ പദ്ധതികൾക്ക് GST ബാധകമാണെന്നും GST രജിസ്ട്രേഷൻ എടുക്കണമെന്നും ഹൈക്കോടതി. GST ഒഴിവാക്കാനാണ് ചിട്ടിക്ക് പകരം പ്രതിമാസ നിക്ഷേപ പദ്ധതി നടത്തുന്നതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ 5 സഹകരണ സംഘങ്ങൾക്ക് ഒരു സെയിൽസ് ഓഫീസർ വീതം നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. റിക്കവറി നടപടിയിലൂടെ ലഭിക്കുന്ന പണം കളക്ടറുടെ പേരിലുള്ള പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഇത് നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യുകയും വേണം. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. അമിക്കസ് ക്യൂറിയാണ് ചിട്ടിക്ക് പകരമായ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ GST ഒഴിവാക്കുന്നതടക്കമുള്ള വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കരുവന്നൂർ ബാങ്കിലടക്കം നടന്ന ക്രമക്കേട് ED ചൂണ്ടിക്കാട്ടി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിനായി സർക്കാർ നടപ്പാക്കിയ നിക്ഷേപ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള അനുവദനീയമായ തുക ഉടൻ വിതരണം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രായമായവരും രോഗികളുമാണ് ദേശസാൽകൃത ബാങ്കുകളെക്കാൾ പലിശ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തിയതെന്നും കോടതി പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾക്ക് GST ബാധകമാണെന്നതടക്കമുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ അടുത്ത ദിവസം പുനഃപരിശോധനാ ഹർജി നൽകും. കോപ്പ് വെബ്സ് സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം. എ ജോയിന്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് ബുസ് ക്യാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡയൽ 9605890002. കുറഞ്ഞ നിരക്ക്, സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ. കോപ്പ് വെബ്സ്.